ഹായ് ഗൈസ്, വെൽക്കം ടു തക്കുടൂസ് വേൾഡ്. തക്കുടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മുഖം എന്താണ് ഇങ്ങനെ വീർത്തിരിക്കണേന്നല്ല എല്ലാവരും നോക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചമയക്കം കഴിഞ്ഞിട്ട് വരികയാണ് കേട്ടോ. ഉച്ചയ്ക്ക് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് മുഖം ഇങ്ങനെ വീർത്ത പോലെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉറക്കത്തിൽ നിന്ന് നീറ്റപ്പോൾ തൊട്ടേ ഭയങ്കര വിശപ്പാണ്. വിശപ്പായതുകൊണ്ട് തന്നെ എക്കാട് കുറേ നേരം ഞാൻ പറയുന്നു മഴ ഒതുങ്ങി അപ്പം തന്നെ പോയിട്ട് ചായ കുടിക്കണം. നമുക്ക് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ എപ്പോഴും ചായ കുടിക്കണം അല്ലേ. അതുപോലെ ചൂടുള്ള ഐറ്റംസ്, പഴംപൊരി, മുളക് ബജ്ജി, കായ ബജ്ജി അങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നും അല്ലേ. എനിക്കതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയിട്ട് മുമ്പ് തക്കുടിൻ്റെ യൂണിഫോം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം സ്കൂൾ തുറക്കാൻ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ യൂണിഫോമൊക്കെ ഇനി കുറേ തിരക്കാവും അടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ. കാരണം കുറേ പേര് അടിക്കാൻ കൊടുത്താൽ നമുക്ക് ലേറ്റ് ആയിട്ടൊക്കെ ഒന്ന് കിട്ടുക. അപ്പോൾ നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂണിഫോമൊക്കെ അടിക്കാൻ കൊടുത്തു. രാവിലെ പോയിട്ട് യൂണിഫോമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ മിക്ക സമയത്തും ചായ കുടിക്കാൻ വരാറ്. കാരണം ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ പറയുക, ഈ കടയ്ക്ക് തന്നെ വരുന്നത് ഇവിടെ ഏത് ഐറ്റംസ് എടുത്താലും 7 രൂപയുള്ളൂ. എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ, ചിക്കൻ റോൾ ആയിക്കോട്ടെ, കട്ട്ലേറ്റ് ആയിക്കോട്ടെ, എന്തായാലും 7 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കണവർക്ക് ഭയങ്കര ലാഭമായിട്ടാണ് തോന്നുക. കൊടുക്കണവർക്ക് ലാഭം ഉണ്ടോ എന്ന് അറിയില്ല. കാരണം ഇപ്പോൾ എല്ലാ സ്ഥലത്തും 10 രൂപയാണ് എല്ലാ ഐറ്റംസിനും. അപ്പോൾ ഇവിടെ മാത്രം 7 രൂപയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കഴിക്കാൻ വരാറ്. പിന്നെ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ചൂട് ഐറ്റംസ് കഴിക്കാനായിട്ട് എല്ലാവർക്കും തോന്നുക. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, സീറ്റ് കിട്ടിയില്ല വന്നപ്പോൾ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് സീറ്റൊക്കെ കിട്ടിയത്. അപ്പം ഞാൻ കഴിക്കണവരപ്പം തന്നെ നമ്മുടെ റിച്ചൂസിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട ബജ്ജിയിലെ മുട്ട എടുത്തിട്ട് റിച്ചൂസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചായ കുടിക്കേണ്ട തിരക്കിലാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തക്കുടൂന് പാലും വെള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വന്നു. പിന്നെ ഇക്കാക്ക് കട്ടൻ ചായ, എനിക്ക് പാൽ ചായ. ഞാൻ എവിടെ പോയാലും പാൽ ചായ കുടിക്കുക. കട്ടൻ ചായ കേട്ടോ കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഒരു ട്രിപ്പ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പ് കഴിക്കാനുള്ള സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ പക്കവട കേട്ടോ പറഞ്ഞത്. നല്ല സോഫ്റ്റ് ആയിട്ട് ഈ പക്കവട നമുക്ക് ഈ ചമ്മന്തിയിലൊക്കെ മുക്കി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇക്ക അടുത്തത് മുട്ട ബജ്ജി, ഇതൊക്കെ തന്നെയാണ് ഇക്ക അടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെട്ടി വിഴുങ്ങുന്നുണ്ട് കേട്ടോ. കാരണം അധികം പൈസ ഇല്ലല്ലോ, എല്ലാറ്റിനും 7 രൂപയിലുള്ളൂ. ഞാൻ ആദ്യം അങ്ങനെ കഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ ചമ്മന്തി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയാണ് ഓർത്ത് ചമ്മന്തി കിട്ടിയില്ലല്ലോ. അപ്പോൾ എന്നെ ചമ്മന്തി പറഞ്ഞപ്പോൾ അവർ കൊടുന്നു കേട്ടോ. ചമ്മന്തിൻ്റെ മുകളിൽ മയോണീസൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല തട്ടി ഗൈസ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഐറ്റംസ് പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിയുന്നതുകൊണ്ടൊപ്പം തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട് ഓരോ ഐറ്റംസ്. കാരണം ആൾക്കാർ വന്നിട്ട് മടങ്ങി പോകാൻ പാടില്ലല്ലോ. പിന്നെ വീണ്ടും മഴ വരാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി മഴ കൊണ്ടിട്ട് വീട്ടിൽ പോകേണ്ട വെച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ പെട്രോൾ അടിക്കാണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലൊക്കെ പോകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം തീർക്കാച്ചിട്ട് അവിടുന്ന് വേഗം ഇറങ്ങിയിട്ടാണ്. അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറി. ഇവിടെ കയറി കഴിഞ്ഞാൽ തക്കുട് ഓടി കയറിയിട്ടതായി പാടം നോക്കാറുണ്ട് കേട്ടോ. എപ്പോഴും നോക്കൂ കേട്ടോ പാടത്തേക്ക്. അപ്പോൾ ഇവിടെ പ്രാവശ്യം ഒരു പശു നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഓരോ മൃഗങ്ങൾ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പശുവാണ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് അവൻ നോക്കി നിൽക്കുന്നത്. ഇപ്പോൾ പാടമൊക്കെ ഭയങ്കര ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. നെല്ലൊക്കെ വിതയ്ക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് പാടം. പിന്നെ ഈ മഴ ആയാൽ തന്നെ നമ്മുടെ മണ്ണൊക്കെ ഭയങ്കര കുതിർന്നിട്ടല്ല ഉണ്ടാവുക. കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. പാടമൊക്കെ ഇങ്ങനെ കുതിർന്ന് കിടക്കുന്നത് കാണാൻ. പിന്നെ ഇവിടെ അത്തിമരം ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ പേർക്കൊന്നും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ അറിയില്ല കേട്ടോ. നമുക്ക് പ്രതിരോധ ശക്തിയൊക്കെ കിട്ടാൻ പറ്റിയ ഒരു സാധനമാണ് ഈ അത്തിപ്പഴം എന്ന് പറയുന്നത്. കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ, ശോധന കാര്യങ്ങൾക്കൊക്കെ ഇട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും കുറേ പേർക്ക് അറിയില്ല തോന്നുന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് കണ്ടത് അതിൻ്റെ ഉപകാരങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇക്കാൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ കുറേ മീനുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ ആൾക്ക്, ഓരോ ഡ്രമ്മുകളിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ പൂക്കളൊക്കെ നട്ടു വെച്ചിട്ട്, ആമ്പല് അങ്ങനത്തെ ഒക്കെ താമര അങ്ങനത്തെ പോലത്തെ പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് മീനുകളാട്ടോ, ഗപ്പികൾ അങ്ങനെ വലിയ മീനുകളുണ്ട് കേട്ടോ. പിന്നെ പക്ഷേ ആൾ സെയിൽ ഇപ്പോൾ ചെയ്യണില്ല എന്നാണ് പറഞ്ഞത്. മുമ്പൊക്കെ ഞങ്ങൾക്ക് കുറേ തന്നിരുന്നു കേട്ടോ മീൻ. ഇപ്പോൾ സെയിൽ ചെയ്യണില്ല. കാരണം ഇപ്പം മീനുകളൊക്കെ കുറഞ്ഞു തുടങ്ങി സെയിൽ ചെയ്തിട്ടൊക്കെ. പിന്നെ ഒരെണ്ണം രണ്ടെണ്ണമായിട്ട് നല്ല ആൾ വിൽക്കുക, കുറേ മീനായിട്ട് ഒറ്റയടിക്കാട്ടെ വിൽക്കുക. അങ്ങനെ അവിടെയൊക്കെ പോയി വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കൊള്ളി വാങ്ങാമെന്ന് വിചാരിച്ചു രാത്രിക്കേക്ക്. അങ്ങനെ കൊള്ളി വാങ്ങാൻ വേണ്ടി നിർത്തിയേക്കാട്ടെ പച്ചക്കറി വണ്ടിയിൽ. അപ്പോൾ ഈ വണ്ടിയിൽ വരുന്ന കൊള്ളിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൊള്ളിയായിട്ട് ഉണ്ടാവുക. പറിച്ചിട്ടുള്ള കൊള്ളി ഉണ്ടാവും, നല്ല ഫ്രഷ് കൊള്ളി. അപ്പോൾ ഒരു 1.5 കിലോ കൊള്ളിക്ക് 50 രൂപ അങ്ങോട്ട് ഉള്ളത് തോന്നണം. അപ്പോൾ 1.5 കിലോ കൊള്ളി വാങ്ങിച്ചു. പിന്നെ നാളെ കാക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ പണിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകാറുണ്ട് കാലത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കെട്ട് ചീര വാങ്ങിച്ചു കൂട്ടാ. പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ ചീര. റിച്ചൂസും തക്കുടൂസും ഒക്കെ നന്നായിട്ട് കഴിക്കൂട്ടാ ചീര ഉപ്പേരി. രാത്രി ആകുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സിനിമയ്ക്ക് പോകുന്നു. മഴയത്താട്ട സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് സിനിമയ്ക്ക് വന്നേക്കുന്നത്. തക്കുടൂസും റിച്ചൂസൊക്കെ ഇടയ്ക്ക് ഒരു പ്രാന്തായിട്ടുണ്ടാവും ഞങ്ങൾക്ക്. മഴ വെയിൽ അങ്ങനെ ഒന്നും നോക്കില്ല കേട്ടോ. പോകണം തോന്നിയാൽ പോവും എങ്ങോട്ടാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇപ്രാവശ്യം സിനിമയ്ക്ക് പോകണം തോന്നിയപ്പോൾ മഴ ഒന്നും നോക്കിയില്ല. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ 15 മിനിറ്റൊക്കെ ദൂരം ഉണ്ടാവുള്ളൂ കുന്നംകുളത്തേക്ക്. അപ്പോൾ ഞങ്ങൾ മഴയായാലും കുഴപ്പമില്ല വെച്ചിട്ട് പോന്നിട്ടുണ്ട് സിനിമ കാണാൻ. ചിലർ വിചാരിക്കും ഇവർക്ക് എന്താ പ്രാന്താവണം ഈ കുട്ടികളൊക്കെ ആയിട്ട് മഴയത്ത് വന്നേക്കുന്നത്. പക്ഷേ ചില സമയത്ത് ഓരോ പ്രാന്ത് കയറേണ്ടതാണത്. അങ്ങനെ അറിയില്ല. നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെയാണല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണോണ്ട്
ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഈ ചെറിയ പ്രായമുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയി കറങ്ങിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അത് ചിലവരിങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ കറങ്ങാൻ പോകണേന്നൊക്കെ ചിലവർ പറയാറുണ്ട്. ഞങ്ങൾ ഇങ്ങനെ കേട്ടോ എപ്പോഴും ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. അതൊക്കെ ഒറ്റയ്ക്കൊന്നും പോവില്ല, ഞങ്ങൾ ഇടാട്ടെ എങ്ങോട്ടേക്ക് പോകണമെങ്കിലും പോവുക, കടയ്ക്ക് പോകണമെങ്കിൽ പോലും ഞങ്ങൾ കൂടെ വേണം. പിന്നെ മഴയൊക്കെ ഒന്ന് തോർന്നപ്പോൾ റിച്ചൂസും തക്കടൂസും ഒക്കെ കൂടിയിട്ട് കളിക്കാട്ടോ അവിടെ നിന്നിട്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സിനിമ കാണാനുള്ള പുറപ്പാടിലാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് തന്നെ നമ്മൾ കുറച്ച് കഴിക്കാനുള്ള സ്നാക്സും ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാറ്റിനും ഭയങ്കര റേറ്റ് ആട്ടോ നമ്മുടെ സിനിമ തിയേറ്ററിൽ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ കടയിൽ പോയി വാങ്ങിച്ചു. എന്തായാലും ടൈം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോയി സാധനങ്ങൾ വാങ്ങിച്ചത്. മലയാളി ഫ്രം ഇന്ത്യ സിനിമയായിട്ട് കാണാൻ വന്നേക്കുന്നത്. അങ്ങനെ സിനിമ ഒക്കെ കണ്ടു. മഴയൊക്കെ അപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുലർച്ചെയാണ് വീട്ടിലെത്തിയത്. അപ്പോഴേക്കും മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമാണ് മഴ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. പുതിയ വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ.